ബീഫിൻ്റെ ഒരു ഫഹിത്താസ് ഉണ്ടാക്കുന്നത്. എഴുതുന്നത് ഫജിത്താസ് എന്നാലും അത് പ്രൊനൗൺസ് ചെയ്യുന്നത് ഫൈത്താസ് എന്നാണ്. കാര്യം മെക്സിക്കോയിൽ ജെ ഇല്ല. ഇപ്പോൾ ജോസെ എന്ന് വിളിക്കുന്നത് എങ്ങനെയാണ്? ഹൊസെ എന്നാണ് വിളിക്കുന്നത്. ഹോസ് എച്ച് എന്നാണ് പറയുന്നത്. അപ്പം ഇത് ബീഫിൻ്റെ മാരിനേറ്റ് ചെയ്ത് വെച്ചാണ് ഇന്നലെ വൈകിട്ട്. അതെങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് കണ്ടുവെച്ചു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എന്തുകൊണ്ട് വിശേഷങ്ങൾ? നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ലൈം ജ്യൂസ് അങ്ങോട്ട് ഒഴിക്കാം. ലൈം ജ്യൂസ് വെച്ചാൽ ഈ വലിയ ലൈമിൻ്റെ ഒരു 1/4 ഭാഗം നമ്മൾ ഇട്ടേക്കുന്നത് കേട്ടോ. പിന്നെ ഓറഞ്ച് ജ്യൂസ്. ഇതെല്ലാം ബീഫിനെ സോഫ്റ്റ് ആക്കും. ഈ രണ്ടെണ്ണം. ഇത് 2 ഓറഞ്ചിൻ്റെ ജ്യൂസ് നമ്മളിട്ട്. പിന്നെ സോയാ സോസ് ഈ കപ്പിന് ഹാഫ്. ഒലിവ് ഓയിൽ നമുക്ക് കൊണ്ടൊഴിക്കാം. ഈ കപ്പിന് ഒരു 75% കൊണ്ടൊഴിക്കാം. കുരുമുളക് പൊടി, മുളക് പൊടി, ഉള്ളിയുടെ പൊടി, ജീരകത്തിൻ്റെ പൊടി, വെളുത്തുള്ളിയുടെ പൊടി, ഉപ്പ്, ഇത്രയുമാണ് നമ്മൾ ഇടുന്നത്. ഇതെല്ലാം 1 ടേബിൾ സ്പൂണാണ്. ഇത് ഹാഫ് ടേബിൾ സ്പൂൺ. ബീഫ് ബ്രോത്ത് ഇല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാലും മതി. ബീഫ് ബ്രോത്ത് ഇല്ലെങ്കിൽ നമ്മളൊരു എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടി ബീഫ് ബ്രോത്ത് ഇടുന്നത് കേട്ടോ. ഇതിനകത്ത് കാര്യം പൊടി ഇടുന്നതാണ് ഒന്നുകൂടെ അതിന് നല്ലപോലെ ഡീപ്പായിട്ട് അതിനകത്ത് പിടിക്കാൻ സൗകര്യം. അതുകൊണ്ടാണ് ഈ പൊടികൾ ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഉള്ളിയോട് ഇടുന്നുണ്ട്. അപ്പോൾ ഉള്ളി പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു, ഉള്ളിയോട് ഇടുന്നുണ്ട്. എന്നാലേ അതിന് കറക്റ്റ് ഒരു നല്ല ഒരു ഫ്ലേവറായിട്ട് ഇങ്ങനെ. അപ്പോൾ ബീഫിൻ്റെ ഈ ഫ്ലാറ്റായിട്ടുള്ള ഇങ്ങനെ പീസുകളെ വാങ്ങിച്ചിട്ടുണ്ട്. അത് നമുക്കിതിനകത്തോട്ട് മുക്കി വെക്കാം. ഇങ്ങനെ പീസായിട്ട് കണ്ടില്ലേ? തുണി ഉണക്കായിട്ടേക്കുന്ന പോലെ അതുപോലത്തെ പീസുകൾ. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് അങ്ങോട്ട് പെരട്ടി അവിടെ കിടക്കട്ടെ. ഇതൊരു 2 മണിക്കൂർ മിനിമം വെക്കണം. പക്ഷേ ഓവർനൈറ്റ് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ല. ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ, ഫ്രീസറിലല്ല. ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചേക്കണം. അപ്പോൾ പിറ്റേ ദിവസം എടുത്ത് നമുക്ക് ഉണ്ടാക്കാം. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. അത് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് രണ്ടാമത്തെ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നായി വരട്ടെ. തീ അധികം വെച്ചിട്ടില്ല, കുറച്ചാണ് വെച്ചേക്കുന്നത് കേട്ടോ. ഒത്തിരി വെച്ചാൽ ഇപ്പോൾ കരിഞ്ഞു പോകുമേ. പതുക്കെ വന്നാൽ മതി. ഒരു സൈഡ് നായി നമുക്ക് തിരിച്ചിടാം. അടുത്ത സൈഡിലോട്ട് നമ്മൾ ഫാറ്റൂടെ ചേർത്താണ് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ദേ അടുത്ത സൈഡൂടെ ഒന്ന് വേവട്ടെ, അവിടെ ഇരിക്കട്ടെ. അങ്ങനെ അതുകൂടെ വെന്ത് വരുമ്പോഴത്തേക്കിനെ 10-20 മിനിറ്റ് കിടന്നാൽ മതി. ഓരോ സൈഡ് വെച്ച് 10 മിനിറ്റ് വെച്ച് കേട്ടോ. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എങ്കിലും വേവ് നോക്കിയിട്ട് നമുക്ക് പിന്നെ വേണേ അങ്ങോട്ട് ഇടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു സൈഡ് നല്ലപോലെ മൊരിഞ്ഞിട്ടുണ്ട്. നമ്മൾ തിരിച്ചിട്ടു. ഇനി എല്ലാം ഈ സൈഡൂടെ നമുക്ക് തിരിച്ചിടാം. എന്താ 2 സൈഡ് നല്ലപോലെ മൊരിഞ്ഞു. നമുക്കിതങ്ങോട്ട് മാറ്റി വെക്കാം. എണ്ണയൊക്കെ പോയിട്ട് കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തോട്ട് ഈ മസാലയിലോട്ടെ എണ്ണ എല്ലാം കൂടെ കിടപ്പുണ്ട്. 4 കളറുള്ള ക്യാപ്സിക്കം പിന്നെ ഉള്ളിയും കൂടെ ചേർത്ത് അങ്ങോട്ടിടാം. മൊരിയണ്ട, ജസ്റ്റ് ഒന്ന് വഴങ്ങി വന്നാൽ വഴങ്ങി ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റ് മതി. കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്യാം പീസായിട്ട്. ഇത് മാറ്റാം. നമ്മൾ ഇതിൻ്റെ കൂടെ ഫാറ്റൂടെ ഇട്ടിട്ടാണ് നമ്മൾ അത് വെച്ച്. ഫാറ്റ് കളഞ്ഞിട്ടില്ല, ബീഫിൻ്റെ കൂടെ കിടപ്പുണ്ട്. എന്നാലേ ഒരു ടേസ്റ്റ് എക്സ്ട്രാ വരത്തുള്ളേ. തേങ്ങാക്കൊത്ത് കിടക്കുന്നവരുണ്ട്. സൈഡിൽ 2 തക്കാളികൾ വെച്ചിട്ടുണ്ട്. അത് വെച്ചാൽ നമുക്ക് സൽസ പോലെ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഇതിൻ്റെ കൂടെ ഉള്ള സൽസ ഒരു പച്ചമുളക് കീറി വെച്ചേക്കാം. ഹലപ്പീനോയ
അതിന് ജലപ്പിന്നോ എന്ന് എഴുതുന്നത്, പക്ഷേ ഹാ എന്നാണ് പറയുന്നത് കേട്ടോ. അതാ ഇവിടുത്തെ പ്രത്യേകത ഇതിൻ്റെ ഇതുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കൊക്കെ വെന്തു മതി. ഇപ്പോൾ 3-4 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. അത്രയും കിടന്നു. അപ്പോൾ ഇത് മതി, ഇങ്ങോട്ട് മാറ്റിയിടാം. നമുക്ക് ഈ ബീഫിൻ്റെ മട്ടലോട്ട് കോരിയാക്കും. അപ്പം നമ്മൾ ഗ്രില്ല് ചെയ്തെടുത്ത തക്കാളി ഇരിപ്പുണ്ട്. ആദ്യം കുറച്ച് മല്ലിയില, ഗ്രില്ല് ചെയ്തെടുത്ത തക്കാളി, ഒരു പച്ചമുളക്, ഹലപ്പീനോ, കുറച്ച് നാരങ്ങയുടെ ജ്യൂസ്, കുറച്ച് ഉപ്പ്. ഇത്ര നമുക്ക് അടിച്ചുകൊണ്ട് വരാം ഇതിനകത്ത് മിക്സിയിലിട്ട്. അപ്പം നമ്മൾ ഇതെല്ലാം കൂടി ഇട്ട് അടിച്ച സൽസ നമുക്ക് ഇങ്ങോട്ട് ഒഴിക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ആഹാ, ചൂട്. ഓ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, തക്കാളി സൽസ. അപ്പം നമുക്കിത് ടോർട്ടയ്ക്കകത്തോട്ട് ഈ ബീഫ് അങ്ങോട്ട് വെച്ചിട്ട് കഴിച്ചു നോക്കാം. ആഹാ, പീസുകൾ കൂടെ ക്യാപ്സിക്കവും ഉള്ളി എല്ലാം കൂടെ അങ്ങോട്ട് വെച്ച് മേളിൽ ഒരു നെടുവരിയൻ സാധനം നീളത്തിലുള്ള അതുകൂടെ അങ്ങോട്ട് വെച്ചിട്ട് ആ സൽസയും കൂടെ അങ്ങോട്ട് ഒഴിച്ച്. ആഹാ, എക്സ്ട്രീം ഫ്ലേവർ എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ എല്ലാം കുറച്ചായിട്ട് അപ്പം അതിൻ്റെ ടേസ്റ്റ് ചെറുതായിട്ട് വരുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ടും മുളച്ചിരിക്കുന്ന ആ ബീഫിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. അതുകൊണ്ട് മസാല കുറച്ചതാണ് വെച്ചത്. അപ്പം ബീഫിൻ്റെ ടേസ്റ്റാണ് നല്ലപോലെ വരുന്നുണ്ട്. സോഫ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സൂപ്പർ. ഒരു വ്യത്യസ്തമായിട്ടുള്ള ബീഫ് ഫ്രൈ. അപ്പം ബീഫ് ഫ്രൈക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ആകുമെന്ന് ചോദിച്ചാൽ സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല, അത് ഒരിക്കലും ഒന്നിനും സബ്സ്റ്റിറ്റ്യൂട്ട് ആകുന്ന സെയിം ആകത്തില്ല. അതുപോലെ വേറൊരു സിമിലറായിട്ട് നമുക്കിത് കൂട്ടാം അതിനെ. അപ്പോൾ ഉണ്ടാക്കാൻ ഓവർനൈറ്റൊക്കെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ 2 മണിക്കൂർ വെച്ചാലും മതി. ബീഫ് ഫ്രൈ ആണെങ്കിൽ പെട്ടെന്ന് കിടക്കും. അങ്ങനെ ബീഫ് ഫഹിത്താസ് നീ ഉണ്ടാക്കിയത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു. അടുത്ത വീഡിയോയിൽ പുതിയതായിട്ട് വന്നത് വീണ്ടും കാണും. ബൈ ബൈ.